മമ്മൂട്ടിയ മോഹൻലാലാണ് ടോപ്പ്. ഇവരിതിൽ ആരാണ് ഏറ്റവും അടിപൊളി? ഈ ഒരു അവസരത്തിൽ പറയേണ്ട ഒരു ആവശ്യമില്ലാത്തൊരു വിഷയമാണ്. പക്ഷെ എന്നാലും ജസ്റ്റ് വെറുതെ ഒരു നേരം പോക്കിന് പറയാമെന്നുള്ളൂ. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മമ്മൂട്ടിക്ക് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു വെച്ചാൽ സെൻറ്റി സീനുകൾ, സങ്കട സീനുകൾ, ഇതൊക്കെ മമ്മൂട്ടി ആ ഒരു സീനുകളിലൊന്നും മമ്മൂട്ടിനെ വല്ലാൻ ഇത് മലയാള ഫിലിമിൽ ആരുമില്ല. അതായത് ഒരാളെ കരയിപ്പിക്കാനുള്ള ആ സൗണ്ട് വെച്ചിക്കാനുള്ള ആ ഗാംഭീര്യമൊക്കെ വെച്ചിട്ട് കരയിപ്പിക്കാൻ മോഹൻലാലിനെ കാട്ടും അടിപൊളി മമ്മൂട്ടിയാണ്. പക്ഷേ വേറെ പ്രശ്നമുണ്ട്, മമ്മൂട്ടിക്ക് ഡാൻസ് കളിക്കാൻ കഴിയൂല. ഡാൻസിൽ, കോമഡി ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മോഹൻലാലിനെ തോൽപ്പിക്കാൻ മമ്മൂട്ടിനെ കൊണ്ട് കഴിയൂല. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ, ആ ഒരു ഇതിലെടുത്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതാണ് സെൻറ്റി സീൻസിൽ മമ്മൂട്ടി സ്കോർ ചെയ്യുമ്പോൾ ഡാൻസ്, കോമഡി സീൻസ് ഇതിൽ മോഹൻലാൽ സ്കോർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആക്ഷൻ, ഫൈറ്റ് ഇതിലൊന്നും മോഹൻലാൽ വല്ല മമ്മൂട്ടിനെ കൊണ്ട് കഴിയൂല കേട്ടോ. പിന്നെ മമ്മൂട്ടിക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ പലതരത്തിലുള്ള ഭാഷ, ഇപ്പോൾ മലപ്പുറം ഭാഷ, കോഴിക്കോട് ഭാഷ, തൃശ്ശൂർ ഭാഷ, എറണാകുളം ഭാഷ, കോട്ടയം ഭാഷ, ഏത് ഭാഷയാണെങ്കിലും പുഷ്പം പോലെ മമ്മൂട്ടി കൈകാര്യം ചെയ്യും. ആ ഒരു കാര്യത്തിൽ മോഹൻലാൽ വീക്കാണ്. മോഹൻലാൽ അതിനെ കൊണ്ട് കഴിയും. മോഹൻലാൽ ഒറ്റ ഒരു ലാംഗ്വേജ് ശൈലിയേ മോഹൻലാലിനുള്ളൂ. പക്ഷെ മമ്മൂട്ടിക്ക് അങ്ങനെയല്ല. മമ്മൂട്ടിക്ക് പലതരത്തിലുള്ള ഭാഷകൾ കൈകാര്യം ചെയ്യാൻ പറ്റും. ഭാഷകളെന്ന് ഉദ്ദേശിച്ച് പലതരത്തിലുള്ള കേരളത്തിലുള്ള ഓരോ ജില്ലകളിലെ ആ ഒരു സ്ലാങ്, അതിൽ മമ്മൂട്ടിയാണ് സ്കോർ ചെയ്യുന്നത്.